സ്ത്രീ സുരക്ഷാ പദ്ധതി അട്ടിമറിച്ചു എന്നാരോപിച്ചുള്ള അടിയന്തര പ്രമേയ നോട്ടീസിൽ വാക്പോരുമായി ഭരണ പ്രതിപക്ഷാംഗങ്ങൾ. പദ്ധതി തുടരണോ എന്ന വിശദമായ പരിശോധനകൾക്ക് ശേഷമേ തീരുമാനിക്കൂ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. പദ്ധതിയിലേക്ക് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്തതിൽ വരെ പാകപ്പിഴ ഉയർന്നു വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പദ്ധതിയായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ കൃത്യമായ പരിശോധനകൾ നടന്ന ശേഷമാണ് പദ്ധതി കൊണ്ടുവന്നത് എന്നാണ് AC മൊയ്തീൻ MLA മറുപടി. സ്ത്രീ സുരക്ഷാ പദ്ധതി പാവപ്പെട്ട സ്ത്രീകൾക്ക് ആശ്വാസമാണ് എന്നും പദ്ധതിയോട് സർക്കാർ വിമുഖത കാണിക്കുന്നത് ശരിയല്ല എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. 2025 ഒക്ടോബറിലാണ് സർ മുഖ്യമന്ത്രി പറയുന്ന പോലെ പണം കൊടുത്തതിൻ്റെയല്ല അതിൻ്റെ നടപടിക്രമം തുടങ്ങിയത്. അതിന് പരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള സമയമുണ്ടായി. അപേക്ഷിച്ച ആളുകളെ നമ്മുടെ രാജ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്ഥാപനാടിസ്ഥാനത്തിൽ പരിശോധിച്ച് വിലയിരുത്തിക്കൊണ്ടാണ് ഗുണഭോക്താക്കൾ ആരൊക്കെയാണെന്ന് തീരുമാനിച്ചത്. അപ്പോൾ അതിൽ പരിശോധനയില്ലാതെയല്ല, പരിശോധന ഉണ്ടായിട്ട് തന്നെയാണ്. ഭരണപക്ഷവും പ്രതിപക്ഷവും ഇല്ലാതെ എല്ലാവരും കൂടി ചേർന്ന ഒരു സമിതി തെരഞ്ഞെടുത്ത ഒരു കാര്യത്തിൽ സംശയമുണ്ട് എന്ന് പറയുന്നത് ആരെ സഹായിക്കാനാണ് സാർ എന്ന് വ്യക്തമാക്കണം. ആ കാര്യത്തിൽ സാർ, ഈ പദ്ധതി കൃത്യമായി പരിശോധിക്കാതെ ഇതിന്റെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്ത രീതിയെക്കുറിച്ചുള്ള വ്യാപകമായ പരാതികൾ ഉൾപ്പെടെ ഉണ്ട്. അത് പരിശോധിക്കാതെ ഈ പദ്ധതി തുടരുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ പറ്റില്ല. കൃത്യമായ പരിശോധന പോലും നടത്താതെ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ഒരു പദ്ധതിയാണ് ഇത്. ഞങ്ങളാണ് സ്ത്രീപക്ഷം, നിങ്ങളല്ല, നിങ്ങളായിരുന്നില്ല. നിങ്ങൾ സ്ത്രീ വിരുദ്ധ പക്ഷ നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ പാവപ്പെട്ട സ്ത്രീകൾക്ക് വലിയൊരു സാമ്പത്തിക സുരക്ഷിതത്വം, അതാണ് ഈ പദ്ധതിയിലൂടെ നാം ഉദ്ദേശിച്ചത്. സർ, ഇപ്പോഴും ഈ പദ്ധതി തുടരും എന്ന് അസന്ദിഗ്ധമായി അദ്ദേഹം പറയുന്നില്ല. അതാണോ ഒരു ഗവൺമെൻറ്റിന് വേണ്ടി മുഖ്യമന്ത്രി പറയേണ്ടത്? സർ, ഇവിടെ ആവർത്തിച്ച ആശങ്കകൾ വ്യക്തമാക്കുമ്പോൾ ആ ആശങ്ക ദൂരീകരിക്കത്തക്ക നിലയിൽ മറുപടി പറയാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബാധ്യസ്ഥനല്ലേ? പക്ഷേ അദ്ദേഹം എന്തോ കാരണവശാൽ ഇത് തുടർന്ന് നടപ്പാക്കുന്നതിനോട് വിമുഖത കാണിക്കുകയാണ്. റഹീസ് റഷീദ് വിവരങ്ങളുമായി. റഹീസ്, ഇപ്പോൾ സ്ത്രീ സുരക്ഷാ പദ്ധതി കഴിഞ്ഞ സർക്കാരിന്റെ അവസാന ദിവസങ്ങളിലെടുത്തതാണത്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള തട്ടിപ്പ് എന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ വിശേഷിപ്പിക്കുന്നത്. എന്താണ് പിണറായി വിജയൻ നൽകിയ മറുപടി? ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയില്ല, പക്ഷേ പ്രതിപക്ഷം ഇറങ്ങിപ്പോക്കൊന്നും നടത്തിയിട്ടുമില്ല. എങ്ങനെയാണ് ഈ വാക്പോരുണ്ടായത്? സ്ത്രീ സുരക്ഷാ പദ്ധതി 1000 രൂപ നൽകുന്ന പദ്ധതി LDF സർക്കാരിൻ്റെ അവസാന കാലത്ത് തുടങ്ങിയതാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകുമോ ഇല്ലയോ എന്ന ആശങ്ക നിലവിലുണ്ട്. ബജറ്റിലും അക്കാര്യത്തെക്കുറിച്ച് ഒന്നും മിണ്ടിയിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് AC മൊയ്തീൻ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടി നോട്ടീസ് നൽകിയത്. ഈ സമയത്ത് മുഖ്യമന്ത്രി കൃത്യമായ നിലപാടെടുത്തത് ഇത് കഴിഞ്ഞ സർക്കാർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. ഒരു തരത്തിലുള്ള ചർച്ചകളും നടക്കാതെ പാർട്ടി കമ്മിറ്റികൾ നൽകിയ ലിസ്റ്റ് അനുസരിച്ച് ഗുണഭോക്താക്കളെ തീരുമാനിക്കുകയായിരുന്നു. അതനുസരിച്ച് ആ ലിസ്റ്റ് അനുസരിച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. വിശദമായ പരിശോധനകൾ നടത്തണം. അതായത് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുമോ അതോ അവസാനിപ്പിക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വി ഡി സതീശൻ നൽകിയില്ല. പകരം പരിശോധനകൾ നടത്തേണ്ടി വരും എന്ന കാര്യമാണ് പറഞ്ഞത്. ഈ സമയത്ത് പ്രതിപക്ഷം പറഞ്ഞത് ഒരു പദ്ധതിയിൽ സംശയമുണ്ടെങ്കിൽ ആ പദ്ധതി നിർത്തിയിട്ടാണോ പരിശോധന നടത്തേണ്ടത്? പദ്ധതി ഇപ്പോൾ സാമൂഹ്യക്ഷേമ പെൻഷനിൽ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്, പക്ഷെ അത് നിർത്തിയിട്ടല്ലല്ലോ അത് പരിശോധിക്കുന്നത് എന്ന ചോദ്യമാണ് AC മൊയ്തീനും പിണറായി വിജയനും ഉന്നയിച്ചത്. പക്ഷേ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോൾ നൽകില്ല. അതായത് ഇത് തുടരുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തത നൽകാതെയുള്ള മറുപടിയാണ് നൽകിയത്. ഇതിൽ ശ്രദ്ധേയമായത് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചിട്ട് ഒരു വോക്കൗട്ട് പോലും പ്രതിപക്ഷം നടത്തിയിട്ടില്ല എന്നതാണ്. അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധമുണ്ട് എന്ന് പറഞ്ഞ് സഭയിൽ തുടരുകയാണ് പ്രതിപക്ഷം ഇന്ന് ചെയ്തത്.